പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നഷ്ടപ്പെട്ട പുരാതന അറിവുകൾ, സാങ്കേതിക വിദ്യകൾ, ചരിത്രം മറച്ചുവെച്ച അറിവുകളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുരാതന സിവിലൈസേഷൻസിന് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന എൻജിനീയറിംഗ് വണ്ടേഴ്സ് എങ്ങനെയാണ് അവർ നിർമ്മിച്ചത്? പല ടെക്നോളജീസും ചരിത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? പുരാതന ലോകത്ത് ജിഞ്ചാൻറ്റിക് മോണുമെൻറ്റ്സ്, ആസ്ട്രോണോമിക്കൽ ഒബ്സർവേഷൻസ്, കോംപ്ലക്സ് മെഷീൻസ് ഇവയെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് മോഡേൺ സയൻസ് അവയെല്ലാം പഠിക്കുന്നു. ഏൻഷ്യൻറ്റ് എഞ്ചിനീയറിംഗ്, ലോസ്റ്റ് ടെക്നോളജീസ്, സയൻറ്റിഫിക് മിസ്റ്ററീസ് നമ്മൾ അന്വേഷിക്കണം. ഏൻഷ്യൻറ്റ് ടെക്നോളജീസിനെ കുറിച്ച് ചില സൂചനകൾ നൽകാം. ഗോബേക്ലി ടേപ്പെ 11,000 വർഷം പഴക്കമുള്ള ടെമ്പിൾ കോംപ്ലക്സ് ആണ്. സ്റ്റോൺ ഹെഞ്ച് ആസ്ട്രോണോമിക്കൽ അലൈൻമെൻറ്റ് മിസ്റ്ററിയാണ്. പിരമിഡ് ഓഫ് ഗിസ എൻജിനീയറിംഗ് പ്രിസിഷൻ ഇന്നും റിസർച്ചേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരാവസ്തു ഗവേഷകർ ഇപ്പോഴും പുരാതന അറിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഏൻഷ്യൻറ്റ് എഞ്ചിനീയറിംഗ് മാർവൽസ്, പുരാതന ലോകത്തിലെ എഞ്ചിനീയറിംഗ് വണ്ടേഴ്സ്, ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ, 2.3 മില്യൺ സ്റ്റോൺ ബ്ലോക്സ് ആണത്. മാച്ചു പിച്ചു എർത്ത് കേക്ക് റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷനാണത്. റോമൻ കൊളോസിയം അഡ്വാൻസ്ഡ് ആർക്കിടെക്ചറിൻ്റെ ഉദാഹരണമാണ്. ഇവയുടെ പ്രസിഷൻ ഇന്നും എൻജിനീയേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏൻഷ്യൻ്റ് മെഷീൻസ്, ചരിത്രം രേഖപ്പെടുത്തിയ പുരാതന യന്ത്രങ്ങൾ. ആൻറ്റിക്വിഥേറ മെക്കാനിസം ലോകത്തിലെ ആദ്യത്തെ അനലോഗ് കമ്പ്യൂട്ടർ എന്ന് കരുതപ്പെടുന്നു. ബാഗ്ദാദ് ബാറ്ററി ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് റിസർച്ച് പരിശോധിക്കുകയാണ്. ഇനി നഷ്ടപ്പെട്ടു പോയ നഗരങ്ങളെക്കുറിച്ച് ചില സൂചനകൾ നൽകാം. പുരാതന അഡ്വാൻസ്ഡ് സിറ്റീസ് ആയിരുന്ന അറ്റ്ലാന്റിസ്, മൊഹൻജോ ദാരോ, ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതലായവയാണവ. അവയിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഡ്രെയിനേജ് സിസ്റ്റം മോഡേൺ സിറ്റീസിലെ പോലെ അഡ്വാൻസ്ഡ് ആയിരുന്നു. പുരാതന അറിവ് രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ: അർത്ഥശാസ്ത്ര, ദി ആർട്ട് ഓഫ് വാർ, എലമെൻറ്റ്സ്. ഇവ ശാസ്ത്രം, രാഷ്ട്രീയം, കണക്ക്, പുരാതന അറിവുകൾ റെക്കോർഡ് ചെയ്തു വെച്ചു. മോഡേൺ റിസർച്ച് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നാഷണൽ ജിയോഗ്രാഫിക് സൊസൈറ്റി, സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. വെബ് റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗൂഗിൾ എർത്ത്, ഡിജിറ്റൽ ആർക്കിയോളജി, വിക്കിപീഡിയ.
ഏൻഷ്യൻ്റ് സിവിലൈസേഷൻസ് നമ്മെ പഠിപ്പിക്കുന്നത് 1 ഒബ്സർവേഷൻസ്, 2 ക്രിയേറ്റിവിറ്റി, 3 എഞ്ചിനീയറിംഗ് സ്കിൽ, 4 ലോങ് ടേം തിങ്കിങ്. ചരിത്രം ഒരു വലിയ പുസ്തകമാണ്. അത് ചില പേജുകൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പുരാതന സിവിലൈസേഷൻസ് അത്ഭുതകരമായ അറിവുകൾ ഉണ്ടാക്കി. പക്ഷേ യുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, സമയം അവയെ നഷ്ടപ്പെടുത്തി. ഇന്ന് പുരാതന ഗവേഷകർ, ശാസ്ത്രജ്ഞർ, ചരിത്രകാരന്മാർ ആ പേജുകൾ വീണ്ടും കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. ഒരു വലിയ പാഠമുണ്ട്. മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി, അവൻ്റെ ഇമാജിനേഷൻ കാലത്തെ മറികടക്കുവാൻ കഴിയും. അതുകൊണ്ട് അറിവുകൾ, സാങ്കേതിക വിദ്യകൾ സംരക്ഷിക്കണം, പഠിക്കണം, ഭാവി തലമുറയ്ക്ക് പകർന്നു നൽകണം. ചരിത്രം മറച്ചുവെച്ച അറിവുകൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആകാംക്ഷ വീണ്ടും കണ്ടെത്തും. പുതിയ അറിവുകൾ കണ്ടെത്താനും അത് വികസിപ്പിക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും പുതിയ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുവാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.